അദ്ദേഹം പറയുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന. മൻ ഖറഅ, ആരെങ്കിലും പാരായണം ചെയ്താൽ, ഹർഫൻ മിൻ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫെങ്കിലും, ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തിനാണ് ഹർഫ് എന്ന് പറയുന്നത്, ഫലഹു ബിഹി ഹസന, ആ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിലൂടെ അവന് ഒരു പുണ്യം ലഭിക്കുന്നതാണ്. ഒരു പുണ്യം എന്ന് പറഞ്ഞാലോ നമുക്കറിയാം, ഇസ്ലാമിൽ പൊതുവെ ഒരു പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മിനിമം അതിന് 10 ഇരട്ടിയാണ് നൽകുക. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാകും. അപ്പോൾ ഒരു ഹസനത്തിന് 10 വെച്ചാണ് ലഭിക്കുക. അപ്പോൾ 10 കൂലിയാണ് ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഉണ്ടാവുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നാം സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും എല്ലാം പാരായണം ചെയ്യുമ്പോൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യും. ആ അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല, പിന്നെയോ അലിഫ് വേറെ അക്ഷരമാണ്, ലാം വേറെ ഹർഫാണ്, മീം വേറെ ഹർഫാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 3 ഹർഫാണ്, 10 കൂലി വീതമാണെങ്കിൽ 30 പ്രതിഫലമാണ് അതിന് ലഭിക്കുന്നത്. ശ്രദ്ധിക്കുക, എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമെന്ന് ശ്രദ്ധിക്കുക. ഒരു ഹർഫ്, ഉദാഹരണം അലിഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, അലിഫ് എന്ന ഒരു ഹർഫിന് പകരം 10 കൂലി കിട്ടും. ലാം മീം എന്ന് 3 ഹർഫ് നമ്മൾ മുഴുവൻ ഓതിയാൽ 30 പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്രയും വലിയ പ്രതിഫലമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കൽ കൂടി ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, ആ ഒരു ഹർഫ് കൊണ്ട് അവന് ഒരു പ്രതിഫലമുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒന്നെന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയുണ്ട്. അപ്പോൾ 10 പുണ്യമുണ്ട്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നതൊരു ഹർഫായി ഞാൻ പറയുന്നില്ല, മറിച്ചു വലാകിൻ അലിഫുൻ, വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫും ലാമും മീമും ഒക്കെ വേറെ വേറെ അക്ഷരങ്ങളാണ്. അപ്പോൾ 30 പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഏറ്റവും വലിയ ലാഭകരമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഖുർആൻ പാരായണം ചെയ്യുന്ന മഹത്തായ ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമുസ്സലാ വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ നമസ്കാരം നിലനിർത്തുന്നവർ, നാം നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നവർ നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത അതിമഹത്തരമായ ഒരു കച്ചവടം എന്നുള്ള നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. കാരണം ഒരു ഹർഫിന് 10 കൂലിയാണ്. ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം നമുക്കറിയാം, ഒരു പേജ് നമ്മൾ എടുക്കുക, ഒരു പേജ് എടുത്താൽ 15 വരികളാണ് കാണുന്നത്. 15ഓളം വരികളുണ്ട്. അതിലുള്ള ഹർഫുകളെ മൊത്തം പരിശോധിച്ചാൽ ഏകദേശം ഉലമാക്കൾ വിശദീകരിക്കുന്നത് ഒരു പേജ് ഓതിയാൽ തന്നെ 5000ഓളം പ്രതിഫലമുണ്ട് എന്നാണ്. 450 500ഓളം ഹർഫുകളാണ്. ഓരോ ഹർഫിനും 10 വെച്ച് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 4500 അല്ലെങ്കിൽ 5000ഓളം. ചില പേജുകളിൽ അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ മിനിമം നമുക്കൊരു 5000 എന്നുള്ള നിലക്കൊരു ഏവറേജ് പറയുകയാണെങ്കിൽ ഉലമാക്കൾ പറയുന്നത് ഒരു പേജ് പാരായണം ചെയ്താൽ 5000 പ്രതിഫലമാണ് എന്നാണ്. ഒരു പേജ് പാരായണം ചെയ്താൽ 5000 പ്രതിഫലമാണ്. ഒരു ജുസ് പാരായണം ചെയ്താൽ ഉലമാക്കൾ പറയുന്നത് ഏകദേശം 1,00,000ഓളം പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഒരു ജുസ് പാരായണം ചെയ്താൽ 1,00,000ഓളം പ്രതിഫലം ലഭിക്കുന്നതാണ്. ഖുർആൻ മുഴുവനും ഖത്തം തീർത്താൽ മിനിമം 3 മില്യൺ ആണ് പ്രതിഫലം. 3 മില്യൺ.
3 മില്യൺ പ്രതിഫലം ലഭിക്കും ഒരു ഖത്മ് തീർത്താൽ. ഒരു ജുസ് ഓതിയാൽ 1,00,000 ഒരു പേജ് ഓതിയാൽ തന്നെ 5000 പുണ്യമാണ്. അപ്പോൾ നോക്കൂ, ഒരു പേജ് ഓതുക വളരെ എളുപ്പമുള്ളതാണ്. ഒരു ജുസ് ഓതാൻ ഏകദേശം അരമണിക്കൂർ മതി, അത്രയും വേണ്ടതില്ല. എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കൂ. ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ അലസതയോ മടിയോ കാണിക്കാൻ പാടില്ല. ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും അതേപോലെയുള്ള വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന്, മുസ്ലിം സാധാരണക്കാരുടെയും പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെയും എല്ലാം ജീവിതത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയ ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. അവിടെ സാധാരണക്കാർ എന്നില്ല, പണ്ഡിതന്മാർ എന്നില്ല, പ്രബോധകന്മാരെന്നില്ല, മൊത്തത്തിൽ ഈ ഒരു പരീക്ഷണം എല്ലാവരെയും വ്യാപിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ നിന്ന് ആളുകൾ അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അറിയുക, ഓരോ ഹർഫിനും 10 കൂലിയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഒരു ഖത്തം തീർത്താൽ മിനിമം 3 മില്യനാണ് പ്രതിഫലം. ഓരോ ജുസ്ഇനും 1,00,000 വീതം പ്രതിഫലം ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഗൗരവപൂർവ്വം ആലോചിക്കുക. ഈ മഹത്തായ പുണ്യം നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്.